BSc നഴ്സിംഗ് അഡ്മിഷൻ എടുക്കുന്ന ആളുകൾ എവിടെയെങ്കിലും ചെന്ന് ചാടരുത് കേട്ടോ. ഇന്നലെയാണ് എന്നെ കോഴിക്കോടുള്ള ഒരു ഡോക്ടർ വിളിച്ചു. അവരുടെ അടുത്ത് വന്നൊരു ക്ലയൻറ്റിൻ്റെ മകൾ മംഗലാപുരത്ത് ഒരു കോളേജിൽ ചേർന്നു. ഒരു വർഷം കഴിഞ്ഞതിന് ശേഷമാണ് അവരറിയുന്നത് ആ കോളേജ് UGC അപ്രൂവ്ഡ് ആണ്, പക്ഷേ INC അപ്രൂവ്ഡ് അല്ല. പഠനം പെരുവഴിയിലായി. അതുകൊണ്ട് വളരെ ആലോചിച്ച് അഡ്മിഷൻ എടുക്കുക. UGC അപ്രൂവ്ഡ് ആയിരിക്കണം, ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിൽ അപ്രൂവ്ഡ് ആയിരിക്കണം, സ്റ്റേറ്റ് നഴ്സിംഗ് കൗൺസിൽ അപ്രൂവ്ഡ് ആയിരിക്കണം. അല്ലാതെ ഏതെങ്കിലും ഫീസ് കുറവാണെന്ന് കണ്ട് ഏതെങ്കിലും കോളേജിൽ പോയി ചാടരുത്. വളരെ ശ്രദ്ധിക്കുക. ഹോസ്പിറ്റൽ സൗകര്യങ്ങളുണ്ടോ, അവർക്ക് മറ്റ് ക്ലിനിക്കൽ പ്രാക്ടീസസ്, ലാബുകൾ, അത്തരം ഫെസിലിറ്റീസ് ഒക്കെ ഉണ്ടോ എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രമേ. കാരണം നഴ്സിംഗ് എന്ന് പറഞ്ഞാൽ ചെറിയ വിഷയമല്ല. ഹെൽത്ത് കെയർ ഇൻഡസ്ട്രിയിൽ ഏറ്റവും കൂടുതൽ സ്കോപ്പുള്ള മേഖലയാണ്. ഒരു ഡോക്ടർ കൂടെ അസിസ്റ്റ് ചെയ്യേണ്ട ഒരാളാണ് നഴ്സ് എന്ന് പറയുന്നത്. അനാട്ടമിക് അത്രയും സീരിയസ് ആയി പഠിക്കേണ്ട കോഴ്സാണ്. ആ നിലവാരമുള്ള കോളേജുകളിൽ, എല്ലാവിധ റെക്കഗ്നൈസേഷനും ഉള്ള കോളേജുകളിൽ തന്നെ പഠിക്കാൻ ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ഞങ്ങളുടെ അക്കാഡമിക് കൗൺസിലേഴ്സുമായി സൗജന്യമായി ടെലി കൗൺസിലിംഗ് നേടുക. നിങ്ങൾക്ക് ഉപകാരപ്പെടും. ഇനി പെൺകുട്ടികളൊക്കെ ആണെങ്കിൽ സേഫ്റ്റി കാരണം പുറത്തേക്ക് പറഞ്ഞയക്കാൻ മടിക്കുന്ന രക്ഷിതാക്കളുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ കുട്ടികളുടെ വിദ്യാഭ്യാസം നഷ്ടപ്പെടുത്തരുത്. വളരെ സേഫായിട്ടുള്ള ഇനി വുമൻസ് ഓൺലി നഴ്സിംഗ് കോളേജുകൾ വേണമെങ്കിൽ അത്തരത്തിലുള്ള കോളേജുകൾ നമ്മുടെ അയൽ സംസ്ഥാനങ്ങളിലേക്ക് ഇഷ്ടം പോലെയുണ്ട്. അപ്പോൾ ഏറ്റവും ടോപ്പ് റാങ്കിങ് ആയ മികച്ച ഹോസ്പിറ്റൽ സൗകര്യങ്ങളുള്ള നല്ല അക്കാഡമിക് ക്വാളിറ്റീസുള്ള ഈ നഴ്സിംഗ് കോളേജുകളും മറ്റ് പാരാമെഡിക്കൽ കോഴ്സുകളും കണ്ടെത്താൻ ഞങ്ങളുടെ അക്കാദമിക് കൗൺസിലേഴ്സുമായി ടെലി കൗൺസിലിംഗ് നിങ്ങൾക്ക് ഇന്ന് തന്നെ നേടാം. ഈ നമ്പറിൽ വിളിക്കുക.